പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാവുന്ന പോലെ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം അത് ഭയങ്കര രൂക്ഷമാണല്ലേ. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. ഒരു സ്ഥലത്തുനിന്നല്ല. പണ്ടൊക്കെ മലയോര മേഖലയാണെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല. മലനാട്, ഇടനാട് അങ്ങനെ ഒന്നുമില്ല. തീരപ്രദേശം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ കാട്ടുമൃഗങ്ങൾ ഇറക്കുകയും അവിടെ നാശം വിതയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ നിത്യേന കാണുന്നത്. നമുക്ക് ചിറക്കരയിലേക്ക് ഈ കാട്ടാന ശല്യം രൂക്ഷമാണ്. ചിറക്കര നിവാസികളുടെ ദുരവസ്ഥയിലേക്ക് പോകാം. ആ ദുരവസ്ഥ അറിയാം. ഒരു കംപ്ലീറ്റ് അവർ നേരിടുന്ന വിഷയങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ടുണ്ട്. മാനന്തവാടി ചിറക്കരയിലെ 200ഓളം കുടുംബങ്ങൾ ഓരോ ദിവസവും കഴിയുന്നത് ഭീതിയോടെയാണ്. 2 ആഴ്ചയ്ക്ക് മുകളിലായി പ്രദേശത്ത് സ്ഥിരമായി എത്തുന്ന കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട്. ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കോ ആയി പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ദിവസവും കാട്ടാനയെ വനപാലകർ തുരത്തുമെങ്കിലും വീണ്ടും പ്രദേശത്തേക്ക് എത്തുന്നതാണ് പതിവ്. ആന ഇറങ്ങിയിട്ട് ഇന്നത്തെ 18ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൽ 3ാമത്തെ ദിവസം തോന്നുന്നുണ്ട് ആന മുനീസംകോലിലെത്തി. അവിടെ എന്താക്കി വനപാലകർ എന്താക്കി അവർ ഓടിച്ചു നേരെ അതിർത്തി പറഞ്ഞാൽ 6ാം നമ്പർ എന്ന് പറയും. മക്കിമലേന്റെ ഒരു അതിർത്തി ഭാഗമാണ് 6ാം നമ്പർ. അവിടത്തേക്ക് കയറ്റി വിട്ടു. അവിടുന്ന് കയറ്റി വിട്ട് തൊട്ട് ബാക്കിൽ തന്നെ വൈകുന്നേരം ആന തിരിച്ച് അതേ സ്പോട്ടിൽ നിന്ന് തിരിച്ചെത്തുക. ഇന്നലെ ഈ സമയം ആനയ്ക്ക് അവർ ഓടിച്ചുകൊണ്ടിരിക്കുക. ഈ പറയപ്പെട്ട 6ാം നമ്പറിന്റെ ഭാഗം കടന്നു പോയിട്ടാണ് തിരിച്ചു വരുന്നത്. ഫോറസ്റ്റുകാർ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷെ രാത്രി 9 മണി ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് രാത്രി 9 മണിക്ക് മുമ്പ് ആന അവിടെ എത്തിയിട്ടുണ്ട്. നിരവധി പേരാണ് കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിരാവിലെ ജോലിക്ക് പോകേണ്ടവരും രാത്രിയിൽ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തേണ്ടവരുമാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. രാത്രിയിൽ പള്ളിയിൽ പോയ സമയത്ത് കാട്ടാനയെ കണ്ടവരും ആനശല്യം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ രാത്രി 2:30 മണിക്കാണ് ഞാൻ വർക്കിന് പോവുക. അപ്പോൾ പോകാൻ പറ്റുന്നില്ല. ഞാൻ ലീവ് എടുത്തിട്ടല്ലേ. അപ്പം അതിന് ബദൽ വേറെയുള്ള ആക്കി കൊടുത്തിട്ടാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്നതിനു ഇപ്പോൾ തറവാട്ടിൽ നിന്ന് ചായ അടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വരുത്താം. അങ്ങനെ വരാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് എന്തോ രച്ചിട്ട് വന്നിട്ട് ഉമ്മച്ചി ഫോൺ വിളിച്ചു പറഞ്ഞു തറവാട്ടിക്ക്. അപ്പോൾ പാപ്പയും ഞാനും മാമയും കൂടി വേഗം ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട് ആന ചക്ക തന്നുകൊണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങിയ നേരെ ആനന് മുമ്പിലെത്തും. ഇല്ല, ഞാൻ ഇപ്പച്ചി അതിലേ വരുന്നുണ്ടപ്പോൾ ഞാൻ ആന ഉണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അത് ചിഹ്നം വിളിക്കുന്നുണ്ട്. വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ചിറക്കരയിലുള്ളത്. ചക്കയും പപ്പായയും അടക്കം എന്ത് കൃഷി ചെയ്താലും ആന വന്ന് ഭക്ഷിച്ചു പോകും. എന്നാൽ കുട്ടികളുടെ സുരക്ഷയാണ് നാട്ടുകാരെ അലട്ടുന്നത്. ആന ഇന്നലെ ഒരു 8:30 ആയപ്പോഴാണ് വന്നത്. അപ്പം മക്കള് പള്ളിയിൽ നിന്ന് വരുന്നായിരുന്നു. 2ആളും കൂടെ പുഴ കടന്ന് വരുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരൊച്ച കേട്ടിട്ട് നമ്മൾ ടോർച്ചടിച്ച് നോക്കിയതാ. ടോർച്ചടിച്ച് നോക്കുമ്പോൾ ആന ഉണ്ട് അവിടെ ചക്കന്ന്. എന്നിട്ട് മക്കളെല്ലാരും കൂടെ കൂക്കിയിട്ട് അപ്പോൾ ഉപ്പ എന്താക്കി ടോർച്ചടിച്ച് നോക്കുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് എല്ലാരും കൂടെ ഓടിക്കുക ചെയ്തത്. എന്റെ വീട്ടിൽ ഇവിടെ മുറ്റത്ത് വന്നിന് ആന 2-3 ദിവസം മുന്നേ മുറ്റത്ത് വന്നിനി. പിന്നെ അതേപോലെ മദ്രസ ഇട്ടിട്ട് കുട്ടികൾ വരികയായിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം 10 മണിക്ക് ആന വന്നത്. ഫസ്റ്റത്തെ ദിവസം ഒരു ദിവസം 6:30-ക്ക് മക്കളെ കൊണ്ടാക്കി വന്നതും നോക്കിയത് ഇവിടെ ആന ഉണ്ട്. അപ്പോൾ കുട്ടികൾ 6:30-ക്ക് മദ്രസക്ക് പോകുന്നതല്ലേ. കുട്ടികള് എല്ലാരും നടന്നാണ് പോകുന്നത്. ആനയുടെ തലഭാഗത്തേറ്റ പരിക്കാണ് പ്രദേശത്തു നിന്ന് പോകാൻ കൂട്ടാക്കാത്തതിന് കാരണമെന്നാണ് വനം വകുപ്പ് വിലയിരുത്തൽ. ആനയ്ക്ക് കാഴ്ചക്കുറവുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു. ആനയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ പ്രദേശത്ത് വനം വകുപ്പിന്റെ നിരീക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. DFO ആയിട്ട് സംസാരിച്ചപ്പോൾ DFO കൃത്യമായി പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ഈ ആനയ്ക്ക് വാർദ്ധകാലമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും മാത്രമല്ല ഇതിന് നല്ല രീതിയിലുള്ള ഇഞ്ചുറി ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഉൾക്കാട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിന് കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കുങ്കിയാനയുടെ സഹായത്തോടു കൂടി ഇതിനെ ഇവിടെ നിന്നും പിടിച്ച് മറ്റ് വനത്തിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ളൊരു പ്രവർത്തനം ചെയ്യാമെന്നാണ് DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കാട്ടാനയ്ക്ക് കൃത്യമായി ചികിത്സ നൽകി പ്രദേശത്തു നിന്ന് ആനയെ തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്തിയാൽ തുടർ നടപടി സ്വീകരിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.